ഹലോ, 5ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റ് കിസ്സിങ് ഹാൻഡ്സിൻ്റെ ആക്ടിവിറ്റികൾ പകുതി നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഇത് പാർട്ട് 2 ആണ്. ആക്ടിവിറ്റി 7 to 13. ആക്ടിവിറ്റി 7 നോക്കാം. Chester comes to the class and sits on the front bench. His teacher comes and introduces herself. She asks the students to introduce themselves. Chester stands up and introduces himself. Here is his self-introduction. അതായത് ചെസ്റ്റർ പുതിയ സ്കൂളിലെത്തി ആദ്യത്തെ ദിവസം തന്നെ എല്ലാവരും പരസ്പരം പരിചയപ്പെടും അല്ലേ. അപ്പോൾ ടീച്ചർ ആദ്യത്തെ ദിവസം വന്ന് ടീച്ചർ സ്വയം പരിചയപ്പെടുത്തി. അതിനുശേഷം ഓരോരുത്തരോടായിട്ട് പരിചയപ്പെടുത്താൻ പറഞ്ഞു. അപ്പോൾ ചെസ്റ്റർ ചെന്ന് സ്വയം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ചെസ്റ്റർ എങ്ങനെയാണ് തന്നെപ്പറ്റി പറഞ്ഞത് എന്നിവിടെ തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെസ്റ്ററിൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ നോക്കാം. മൈസെൽഫ്. Good morning, dear friends. I am Chester Raccoon. I am from the forest. My father is Mr. Raccoon. My mother is Chelsea Raccoon. I love my parents. I like running, jumping, and playing. I would like to get new friends here. Now, introduces yourself to the class. How will you introduce yourself? You may write in the space provided. അപ്പോൾ ചെസ്റ്റർ ഈ തന്നെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അച്ഛൻ്റെ പേര് പറഞ്ഞു, അമ്മയുടെ പേര് പറഞ്ഞു, എവിടെ നിന്നാണ് വരുന്നത്, അതുപോലെ ചെസ്റ്ററിൻ്റെ ഹോബീസും പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ താഴെ തന്നിരിക്കുന്ന ആ സ്പേസിൽ നിങ്ങൾ നിങ്ങളെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തണം. അപ്പോൾ എല്ലാവർക്കും സ്വയം എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. അവനവന് മാത്രമേ അവനവനെ പറ്റി എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനൊരു മോഡൽ ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ പേരിട്ട് അത് മാറ്റി എഴുതുക. Good morning, dear friends. I am Aparna and I am coming from Chavakkad. My father is Raju. My mother is Suma. My father is working as a driver. അല്ലെങ്കിൽ my father is a driver എന്നും എഴുതാം. My father is a driver and my mother is a homemaker. I have one younger sister who studies in the 2nd standard. I like running, cycling, jumping and watching TV. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഈ സെൽഫ് ഇൻട്രൊഡക്ഷന് എഴുതുക. ഇനി അടുത്ത ആക്ടിവിറ്റി 8. When Chester and his mother reach school, they happen to see a notice board. Let's read the notice. അപ്പം ചെസ്റ്ററും അമ്മയും കൂടി ആദ്യം സ്കൂളിൽ എത്തിയപ്പോൾ അവർ ഒരു നല്ല മനോഹരമായിട്ട് എഴുതിയ ഒരു നോട്ടീസ് ബോർഡ് കണ്ടു. അപ്പോൾ നമ്മളും സ്കൂളിൽ ചെല്ലുമ്പോൾ പലതരത്തിലുള്ള നോട്ടീസ് ബോർഡ് കാണാറുണ്ട് അല്ലേ. അപ്പം ചെസ്റ്ററും അമ്മയും കൂടി കണ്ട ആ നോട്ടീസ് ബോർഡ് ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ ഒരു നോട്ടീസ് ബോർഡ് നിങ്ങളുടെ സ്കൂളിലേക്കും നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോട്ടീസ് ബോർഡ് ചെസ്റ്റർ കണ്ട എന്താണെന്ന് നോക്കാം. ഡൂസ് ആദ്യത്തെ കോളത്തിൽ എന്തൊക്കെ ചെയ്യാം, സെക്കൻഡ് കോളത്തിൽ ഡോണ്ട് എന്തൊക്കെ ചെയ്യരുത്. ഡൂസ് എന്താണെന്ന് നോക്കാം, എന്തൊക്കെ ചെയ്യാം. അറ്റൻഡ് ദ ക്ലാസ് റെഗുലർലി എല്ലാ ദിവസവും ക്ലാസ്സിൽ വരണം. ഫോളോ യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ് നിങ്ങളുടെ ടീച്ചറിൻ്റെ നിർദ്ദേശങ്ങൾ പിന്തുടരുക. കംപ്ലീറ്റ് ദ അസൈൻമെൻറ്റ്സ് ഇൻ ടൈം നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് കറക്റ്റായിട്ട് ചെയ്തു വെക്കുക. റീച്ച് ദ സ്കൂൾ ഇൻ ടൈം. കീപ് ദ സ്കൂൾ ക്ലീൻ സമയത്ത് സ്കൂളിൽ വരിക, സ്കൂളും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇനി ചെയ്യാൻ പാടില്ലാത്തത് ഡോണ്ട് സ്കിപ്പ് ദ മോർണിംഗ് അസംബ്ലി അസംബ്ലിക്ക് പോവാതെ ക്ലാസ്സിലിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അസംബ്ലി കഴിഞ്ഞതിന് ശേഷം സ്കൂളിലെത്താൻ പാടില്ല. എല്ലാ ദിവസവും അസംബ്ലിക്ക് ഹാജരാവണം. ഡോണ്ട് ബ്രിങ് മൊബൈൽ ഫോൺസ്. ഡോണ്ട് യൂസ് അബ്യൂസീവ് ലാംഗ്വേജ്. അബ്യൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ, മോശമായ മറ്റുള്ളവരെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള ലാംഗ്വേജസ് ഒന്നും ഉപയോഗിക്കരുത്. ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടി. സ്കൂളിലെ വസ്തുവകകൾക്കൊന്നും കേടുവരുത്തരുത്. ഡോണ്ട് ലിറ്റർ ദ സ്കൂൾ പ്രൊമൈസസ്. ചപ്പ് ചവറുകൾ സ്കൂളിൻ്റെ പരിസരങ്ങളിൽ വാരിയിടരുത്. പ്രൊമൈസസ് എന്ന് പറയുന്നത് ചുറ്റുപാടും പരിസരം. ഇനി നിങ്ങൾ ഈ രീതിയിൽ താഴേക്ക് നിങ്ങളുടെ സ്കൂളിൽ വെക്കാൻ പറ്റിയ ഒരു നോട്ടീസ് ബോർഡ് എഴുതണം. ഇമാജിൻ വൺ ഓഫ് യുവർ ടീച്ചർ ഇസ് ഓൺ ലീവ്. റൈറ്റ് ഡൗൺ ദ ഡൂസ് ആൻഡ് ഡോൺസ് ടു ബി ഒബ്സർവ്ഡ് ഇൻ യുവർ ക്ലാസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ദി ടീച്ചർ. അപ്പം നിങ്ങളുടെ ടീച്ചർ ഒരു ദിവസം ലീവാണെന്ന് കരുതുക. അപ്പോൾ ടീച്ചർ ഇല്ലാത്ത സമയത്ത് ക്ലാസ്സിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത് എന്നൊരു നോട്ടീസ് നിങ്ങൾ തയ്യാറാക്കണം. അപ്പോൾ അതായത് ടീച്ചർ ആ ക്ലാസ് റൂമിൽ ഇല്ല. ഡൂസ് എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. എന്താ, നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കണം. എന്തെങ്കിലും പടം വരയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതുകയോ ഒക്കെ ചെയ്യുക. ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. പിന്നെ എന്തൊക്കെ ചെയ്യാവുന്ന നമുക്ക് ആദ്യം എഴുതാം. ബി സൈലൻറ്റ്. സൈലൻ്റ് ആയിട്ട് ക്ലാസ്സിലിരിക്കുക. റീഡ് യുവർ നോട്ട് ബുക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക്, പുസ്തകമോ ബുക്കോ വായിക്കുക. റൈറ്റ് യുവർ നോട്ട്സ്.
എഴുതാനുള്ള നോട്ട്സുകളൊക്കെ എഴുതി കംപ്ലീറ്റ് ചെയ്യുക. കീപ് ദ ക്ലാസ് ക്ലീൻ. ക്ലാസ് റൂം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ബുക്കിൽ നിന്ന് പേപ്പറൊക്കെ കീറി അങ്ങോട്ട് എറിയരുത്. ഫോളോ യുവർ ലീഡേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. അതായത് ടീച്ചർ ക്ലാസ്സിലില്ലാത്തപ്പം പകരം ആരാ നിങ്ങളെ നിയന്ത്രിക്കുക? ക്ലാസ് ലീഡറാണ്. അപ്പോൾ ആ ലീഡറിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യുക. ഇനി ഡോൺസ്. എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്? എന്താണ് ടീച്ചർ ക്ലാസ്സിലില്ലാത്തപ്പം നമ്മൾ ചെയ്യരുതാത്തത്? ഡോൺസ്. ഡോണ്ട് ഡിസ്റ്റർബ് അതർ ക്ലാസ്. ഡിസ്റ്റർബ് എന്താ? ശല്യപ്പെടുത്തുക. മറ്റുള്ള ക്ലാസ്സിനെ ഒന്നും ശല്യപ്പെടുത്തരുത്. അതായത് ഭയങ്കര ഒച്ച വെച്ച് അപ്പുറത്തെ ടീച്ചർക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്ത വിധമൊന്നും ആക്കരുത്. ഡോണ്ട് മേക്ക് എ നോയിസ്. ഡോണ്ട് ഫൈറ്റ് വിത്ത് ചിൽഡ്രൻ. ഫൈറ്റ് എന്താ? വഴക്കടിക്കുക. ഡോണ്ട് റൺ ഇൻ ദി ക്ലാസ്. ഡോണ്ട് പുട്ട് വേസ്റ്റ് ഇൻ ദി ക്ലാസ്. ഡോണ്ട് ഗോ ഔട്ട്സൈഡ്. ഡോണ്ട് പ്ലേ. ടീച്ചർ അവിടെ ഇല്ല എന്ന് വിചാരിച്ച് എപ്പോഴും വാതിൽക്കൽ പോയി നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കാനൊന്നും പാടില്ല. ഡോണ്ട് പ്ലേ. ക്ലാസ്സിനകത്ത് ഓടിക്കളിക്കാൻ പാടില്ല. അത്രയുമാണ് ഡോൺസ്. അപ്പം ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി 9. Read the following sentences from the story and note the word underlines. Read the following sentences from the story and note the words underlined. അതായത് താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ വായിച്ചു നോക്കുക. അതിനകത്ത് 2-3 വാക്കുകൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നൊന്ന് ശ്രദ്ധിക്കുക. I want to play with my friends. I want to swing on the swing. I don't want to go to school. Chester felt his mother's kiss rush from his hand. ഇതിനകത്ത് അണ്ടർലൈൻ ചെയ്ത വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. എന്നിട്ട് താഴെ എന്ത് ചെയ്യണം? പിക്ക് ഔട്ട് എ ഫ്യൂ ഫിമിലർ സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഡൗൺ ബിലോ. പിക്ക് ഔട്ട് എ ഫ്യൂ സിമിലർ സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി. അപ്പം പുസ്തകത്തിൽ ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ കണ്ടുപിടിക്കുക. ഇത് പുസ്തകത്തിൽ നിന്ന് തന്നിരിക്കുന്ന സെൻറ്റൻസ് ആണ് അല്ലേ? എന്നിട്ട് താഴെ കുറച്ച് സ്പേസ് തന്നിട്ടുണ്ട്. അവിടേക്ക് നിങ്ങളിത് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് പുസ്തകത്തിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ കൂട്ടിയുള്ളത് എഴുതാം. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. What kind of secret? I learned it from my mother. I learned it from my mother. അപ്പം ഇനിയും ധാരാളം സെൻറ്റൻസുകൾ ഇങ്ങനെയുള്ളത് കണ്ടുപിടിക്കാനുണ്ട്. അപ്പം ഇവിടെ കുറച്ച് മോഡൽ തന്നു. ഇനി ആക്ടിവിറ്റി 10. Here is a conversation between Chester Raccoon and his class teacher. Read and supply the missing words with to, from, in. ഇനി ടീച്ചർ, ഗുഡ് മോർണിംഗ്, കുഡ് യു ടെൽ മീ യുവർ നെയിം? ടീച്ചർ ചോദിക്കുകയാണ്, നിങ്ങളുടെ പേര് പറയാമോ? ചെസ്റ്റർ, ഗുഡ് മോർണിംഗ് ടീച്ചർ, ഐ ആം ചെസ്റ്റർ റാക്കൂൺ. ടീച്ചർ, വെയർ ആർ യു ഫ്രം? ചെസ്റ്റർ, ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്. ഇറ്റ്സ് എ നൈസ് പ്ലേസ്. എന്ത് വരും? ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്. ഞാൻ ഫോറസ്റ്റിൽ നിന്നാണ് വരുന്നത്. അത് വളരെ നല്ലൊരു സ്ഥലമാണ്. ടീച്ചർ, വെൽ, വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഇൻ ദി ഫോറസ്റ്റ്? അവിടെ എന്ത് വരും? ഇൻ ദി ഫോറസ്റ്റ്. നീ ഫോറസ്റ്റിൽ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ചെസ്റ്റർ, ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദി ഷെയ്ഡ് ഓഫ് ട്രീസ്. എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ മരത്തണലിൽ കളിക്കാനാണ് ഇഷ്ടം. ടീച്ചർ, ദാറ്റ് മസ്റ്റ് ബി ഫൺ. വിച്ച് ഗെയിം ഡു യു ലൈക്ക് ദ മോസ്റ്റ്? അത് നന്നായിരിക്കും, രസമായിരിക്കും. അതിലേത് ഗെയിമാണ് ഏറ്റവും കൂടുതൽ നിനക്കിഷ്ടം? ചെസ്റ്റർ, ഐ ആം പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് മൈ ഫ്രണ്ട്സ്. അവിടെ എന്ത് വരും? വിത്ത് മൈ ഫ്രണ്ട്സ്. ടീച്ചർ, ദാറ്റ്സ് ഗ്രേറ്റ് ചെസ്റ്റർ. വെൻ വിൽ യു ഗോ ടു യുവർ ഹോം? ഇനി എന്നാണ് നീ നിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്? ചെസ്റ്റർ, വെൽ, ഐ വിൽ ഗോ ടു മൈ ഹൗസ് ആഫ്റ്റർ 3 days. വെൽ, ഐ വിൽ ഗോ ടു മൈ ഹൗസ് ആഫ്റ്റർ 3 days. 3 ദിവസം കഴിഞ്ഞ് ഞാൻ പോവും. ടീച്ചർ, ഓക്കെ, താങ്ക്സ്, വി വിൽ മീറ്റ് അഗെയിൻ. അപ്പം ഇവിടെ വിട്ടുപോയിട്ടുള്ള പ്രൊപ്പോസിഷൻസ് അനുസരിച്ചത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് ഫ്രം വരും, രണ്ടാമത്തെ ഇൻ, 3 വിത്ത്, 4 ടു. ഇനി ആക്ടിവിറ്റി 11. The following is the diary entry of Ainu. There are some errors in it. Read and edit it. അപ്പോൾ ഇവിടെ കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അതൊരു ഡയറി എൻട്രി ആണ്. അതിൽ കുറച്ച് തെറ്റുണ്ട്.
അപ്പോൾ ഒരു എഡിറ്റിംഗ് നടത്താനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോക്കാം. I went with a store to buy some fruits. I saw big orange to the shelf and decided to buy it. I met my friend on that store. My friend invited me to go by the park and I went from her. We sat at the bench and ate the orange together. I threw the orange peel with the garbage. അപ്പോൾ ഇവിടെ കുറച്ച് തെറ്റുകളുണ്ട്. ചിലതിന് ക്യാപിറ്റലൈസേഷൻ വേണം, ചിലതിന് പ്രിപ്പോസിഷൻസ് തെറ്റുണ്ട്, അങ്ങനെ കുറേ തെറ്റുകളുണ്ട്. അപ്പോൾ അത് തിരുത്തി ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. I went to a store to buy some fruits. I saw a big orange in the shelf and decided to buy it. I met my friend in that store. My friend invited me to go to the park with her. We sat on the bench and ate the orange together. I threw the orange peel in the garbage. ഇനി അടുത്തത് ആക്ടിവിറ്റി 12. Read the sentences from the story and split them into two. One has been done for you. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ വായിച്ചു നോക്കിയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യുക, രണ്ടാക്കുക. അതിനർത്ഥമൊന്നും വ്യത്യാസം വരാതെ, മീനിങ്ങിൽ മാറ്റം വരാതെ അത് രണ്ടാക്കുക. നോക്കാം. You will make new friends and play with new toys. നീ പുതിയ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ കളിക്കും, അവരുടെ കൂട്ടത്തിൽ പുതിയ കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കളിക്കും. അപ്പം സ്കൂളിൽ ചെല്ലുമ്പോൾ പുതിയ ഫ്രണ്ട്സിനെ കിട്ടുമെന്ന് അമ്മ ചെസ്റ്ററിനോട് പറഞ്ഞിരുന്നില്ലേ? ആ സെൻറ്റൻസ് ആണ്. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, നിനക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടും. ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്, പുതിയ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കാം. അപ്പം അതെങ്ങനെ മാറ്റാം? യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ്, അതവിടെ തന്നിട്ടുണ്ട്. സെക്കൻഡ് വൺ, യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ദി ന്യൂ സ്വിങ്. അതെങ്ങനെയാവും? യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്, യു ക്യാൻ സ്വിങ് on the you can swing on new swing. You can read a new books, you can swing on new swings. Third one, she took Chester's hand and carefully wrapped his fingers. അതെങ്ങനെയാവും? She took Chester's hand, first sentence. Second one, she carefully wrapped his fingers. She took Chester's hand, she carefully wrapped his fingers. ഇനി അടുത്തത്. Read the passage given below and split the sentences. A curious raccoon lived in the woods and it liked to explore new places. One day, it found a shiny object and decided to take it back to its cozy den. It placed the object on a soft bed of leaves and stared at it with wonder. The raccoon's eyes sparkled and it had discovered a beautiful toy. അത് നമുക്ക് നോക്കാം എങ്ങനെ എഴുതാന്ന്. ഫസ്റ്റ് വൺ, എ ക്യൂറിയസ് റാക്കൂൺ lived in the woods. It liked to explain new places. One day, it found a shiny object. Raccoon decided to take it back to its cozy den. Next, it placed the object on a soft bed of leaves. Next, it started at it with wonder. Next, the raccoon's eyes sparkled. Next, it had discovered a beautiful toy. അത്രയാണ് അതിനകത്ത് നിന്ന് സെൻറ്റൻസ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നത്. ഇനി ആക്ടിവിറ്റി 13. Shall we play with words? Complete the crossword puzzles using the clues given below. തന്നിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് നിങ്ങൾ വേർഡ് പസിൽ പൂരിപ്പിക്കുക. എക്രോസ്, അങ്ങനെ നേരെ എഴുതാനുള്ളത് ഏതൊക്കെയാണ്? മൂവ് ഓർ കോസ് ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്, 5 letters. ഏതാണ്? സ്വിങ്. 5 ടു റൺ ഓർ മൂവ് ക്വിക്ക്ലി വിത്ത് ലൈറ്റ് stems. ഏതാണ്? സ്കാമ്പർ. 7 ഗിവിംഗ് എ ഫീലിംഗ് ഓഫ് ഈസ് ആൻഡ് വെൽ-ബീയിങ്, കോസി. ഇനി താഴേക്കുള്ളത് ഡൗൺ. ടു കവർ ഓർ എൻക്ലോസ് ഇൻ എ പേപ്പർ ഓർ സോഫ്റ്റ് മെറ്റീരിയൽ, wrap. Third, rub something gently with the nose as if to show affection. ഏതാണ്? പഠിച്ചാണ്. ഏതാ? നസിൽ. Fourth one, frightening, causing fear, scary. 6,
An object that is made for a child to toy, an object that is made for a child to play with, toy. ഇത്രയുമാണ് ഫസ്റ്റ് യൂണിറ്റിലെ ആക്ടിവിറ്റീസ്, ഫസ്റ്റ് ചാപ്റ്ററിലെ ദ കിസ്സിംഗ് ഹാൻഡ്സിലെ ആക്ടിവിറ്റീസ്.